ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിന്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡബിൾ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജിയുമായിട്ടാണ്. അപ്പോൾ എന്താണ് ഡബിൾ ഇൻസൈഡ് ബാർ, എന്താണ് ഇൻസൈഡ് ബാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിയാത്തവർക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കി തരാം എന്താണ് ഇൻസൈഡ് ബാർ എന്നുള്ളതിനെ കുറിച്ച്. അതിനുശേഷം നമുക്ക് വീഡിയോന്റെ ഈ ഒരു സ്ട്രാറ്റജീന്റെ മേജർ പോർഷൻസിലേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് സേ ഇതൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ്, അതൊരു കാൻഡിൽ സ്റ്റിക് ആണ്. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ മൊത്തം ഇതിനകത്താണ് ഉണ്ടായത്. പിന്നെ നാളത്തെ പ്രൈസ് ആക്ഷൻ, അതായത് ഇപ്പോൾ ഈ തിരുമലൈ കെമിക്കൽസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാന്ന് വെച്ചു. അപ്പോൾ നാളത്തെ പ്രൈസ് ആക്ഷൻ ഈ ഒരു ക്യാൻഡലിന്റെ ഉള്ളിൽ, അതായത് ഇന്നലത്തെ ക്യാൻഡലിന്റെ ഉള്ളിലാണ് നാളത്തെ പ്രൈസിന്റെ ഹൈയും ക്ലോസും അല്ലെങ്കിൽ ഹൈയും ലോയും എന്നുണ്ടെങ്കിൽ അതൊരു ഇൻസൈഡ് ബാർ ആണ്. അപ്പൊ ഡബിൾ ഇൻസൈഡ് ബാർ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ അകത്താണ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വരുന്നത്. അപ്പൊ മറ്റന്നാൾ വരുന്ന ക്യാൻഡില് നാളെ ഈ രണ്ട് ക്യാൻഡലിന്റെയും അടിയിലായിരിക്കും മറ്റന്നാൾ വരുന്ന ക്യാൻഡലിന്റെ ഹൈയും ലോയും. ഇത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് പ്രൈസ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രൈസ് ടൈറ്റ് ആയിക്കൊണ്ടിരുന്നാൽ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രൈസ് അവസാനം ടൈറ്റ് ആയി കഴിഞ്ഞാൽ അവസാനം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു ഫാസ്റ്റ് മൂവ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആയിരിക്കും. ഒന്നുകിൽ മുകളിലേട്ടാവാം അല്ലെങ്കിൽ ഇത് താഴത്തേക്കാവാം, പക്ഷെ നമുക്കൊരു ഫാസ്റ്റ് മൂവ് കിട്ടും. അപ്പൊ ഈ ഒരു ഫാസ്റ്റ് മൂവിനെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് നമ്മൾ ഇൻസൈഡ് ബാർ ഓർ ഡബിൾ ഇൻസൈഡ് ബാറും കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇൻസൈഡ് ബാർ ആണെങ്കിലും വളരെ പവർഫുൾ ആണ്. പക്ഷെ ഇൻസൈഡ് ബാറിനേക്കാളും കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും ഡബിൾ ഇൻസൈഡ് ബാർ. അതായത് ടൈറ്റ്നെസ്, അതായത് ഒരു ദിവസം ടൈറ്റ് ആയി, പക്ഷെ പിറ്റേ ദിവസം ഒന്നും കൂടെ എക്സ്ട്രാ ടൈറ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു മൂവ് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഒബ്വിയസ്ലി എല്ലാ സ്ട്രാറ്റജിയെ പോലെ തന്നെ ഇതും ഫെയിൽ ആവാം, പക്ഷേ പ്രോബബിലിറ്റി നമുക്ക് ഹയർ ആയിരിക്കും ഇത് വർക്ക് ആവുന്നത്. അപ്പം നമ്മുടെ ഗെയിം മൊത്തം പ്രോബബിലിറ്റിയിലും റിസ്ക് റിവാർഡിലും ആണല്ലോ. ഇപ്പം നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 4 മാത്രം അല്ലെങ്കിൽ 3 മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ റിസ്ക് റിവാർഡ് എന്ന വാല്യൂ വളരെ ഹൈ ആണ്, അതിന്റെ പ്രൊപ്പോർഷൻ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ്സിൽ എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ തന്നെയാണ് എല്ലാ ട്രേഡേഴ്സും ട്രേഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അക്കൗണ്ടിന്റെ 1% കൂടുതൽ ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യരുത്. മാക്സ് ടു മാക്സ് 1% ആണ് ഞാൻ ചെയ്യുന്നത്. മേ ബി ഞാനൊക്കെ ചെയ്യുന്നത് 0.25 ടു മേ ബി 0.35% ആണ് മാക്സിമം ഞാൻ എൻ്റെ അക്കൗണ്ടിന്റെ റിസ്ക് എടുക്കാറുള്ളൂ ഒരു ട്രേഡിനകത്ത്. ഇപ്പം അത് വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് 5 hour ട്രേഡാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ 0.25 ആണെങ്കിൽ നമ്മുടെ എൻ്റെ റിസ്ക് എന്നുണ്ടെങ്കിൽ 5 hour ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ 1.5% അക്കൗണ്ടിൻ്റെ എനിക്ക് കിട്ടി. പോയി കഴിഞ്ഞാൽ 0.25% അക്കൗണ്ട് പോകുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ രീതിയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ലോസസ് വരുമ്പോൾ വളരെയധികം വലിയ ലോസസ് വരും. അപ്പം അത് നിങ്ങളുടെ സൈക്കോളജിയെ തന്നെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡ്സ് എടുക്കാൻ നിങ്ങൾ വീണ്ടും ഒന്ന് പേടിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 80% സൈക്കോളജിയാണ്. ബാക്കി 20% ഈ സ്ട്രാറ്റജിയും സെറ്റപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൈക്കോളജി പ്രോപ്പറായി ഇരിക്കാൻ വൺ ഓഫ് ദ മേജർ തിങ് ആണ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പൊസിഷൻ സൈസിങ്. അപ്പം അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. ഇപ്പം ഞാൻ പറഞ്ഞു ഇൻസൈഡ് ബാറിൽ എന്താ സംഭവിക്കുന്നത്, പ്രൈസ് സ്ക്വീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിൽ പ്രൈസ് സ്ക്വീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്വീസിന് ശേഷം അറ്റ് എൻഡ് എന്താ സംഭവിക്കാൻ പോകുന്നത്, ബ്രേക്ക് ഔട്ട് വരും. ആ ബ്രേക്ക് ഔട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ലെറ്റ്സ് സേ മണപ്പുറം MANAPPURA. സോ മണപ്പുറം ഫിനാൻസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ദിവസം മുന്നേ ഇവിടെ കണ്ടോ, ഇതൊരു ഇൻസൈഡ് ബാർ ആണ്. ആ ഇൻസൈഡ് ബാറിന്റെ അടിയിൽ ഒരു ഇൻസൈഡ് ബാർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി വേണമെങ്കിൽ ആദ്യത്തെ ഇൻസൈഡ് ബാറിന് മുകളിൽ എടുക്കാം. ആൻഡ് ആ ഇൻസൈഡ് ബാറിന്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റ് ഇപ്പോൾ ഓൾറെഡി 3 hour ടാർഗറ്റ് അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അതാണ് മണപ്പുറം ഫിനാൻസ്. സിമ്പിൾ സ്ട്രാറ്റജിയാണ്, ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മണപ്പുറം ഫിനാൻസ് വളരെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയി, അത് കഴിഞ്ഞിട്ട് ഒരു ഹയർ ലോ സ്ട്രക്ചറിലേക്ക് വന്നു. പിന്നെ ഒരു ഇൻസൈഡ് ബാർ വന്നു. ഈ ഒരു വോളറ്റിലിറ്റി ഭയങ്കര കാമായി വരുന്നുണ്ട്. അത് ഭയങ്കര വോളറ്റൈൽ മൂവ് ആയിരുന്നു, ഇങ്ങനെ വന്നിട്ട് പിന്നെ ഈ ഒരു സ്വിങ്സ് വളരെ ചെറുതായി ചെറിയൊരു സ്വിങ് ഇവിടെ വന്നു, ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് ആയി. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഇങ്ങനത്തെ ഒരു സ്റ്റോക്സിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാൻ കാണിച്ചാൽ, ഞാൻ ഇതിനകത്ത് ട്രേഡ് എടുത്തിട്ടില്ല. പക്ഷേ ട്രേഡ് എടുത്ത 2 സ്റ്റോക്സ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഞാൻ SBI. അപ്പോൾ SBI എന്നടിച്ചു നോക്കാം. SBIയിൽ എന്താ സംഭവിച്ചത്, ഇന്നലെ നല്ലൊരു മൂവ് വന്നു വിത്ത് ഗ്യാപ്പ് അപ്പ്. ഇവിടെ 25th വന്നു. പിന്നെ
ഒരു വളരെ ടൈറ്റായി പ്രൈസ് ആക്ഷൻ, പിന്നെ 2 ഇൻസൈഡ് ബാർ, ഡബിൾ ഇൻസൈഡ് ബാർ വന്നു, അതിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് വന്നു. ഞാൻ ഇവിടെ വാങ്ങി സ്റ്റോപ്പ് ലോസ് ഏകദേശം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ടൈറ്റ് സ്റ്റോപ്പ് ലോസസ് ഉപയോഗിക്കുന്ന ആളാണ്. ഇത് എവിടം വരെ പോകുന്നൊന്നും എനിക്കറിയില്ല. മേ ബി 3R 2.5R പോവാം, പോയില്ല തിരിച്ചു വന്നാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഞാൻ പറഞ്ഞ പോലെ 0.25% പോലും ഞാൻ എൻ്റെ ക്യാപിറ്റലിന് 0.23% അത്രയും ഞാനിതിൽ റിസ്ക് ചെയ്തിട്ടുള്ളൂ. കാരണം മാർക്കറ്റ് വളരെയധികം ഓവർബോട്ടാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. കാരണം നമ്മുടെ വിൻ റേറ്റ് കുറയാനുള്ള ചാൻസസ് ഈ ഒരു ഓവർബോട്ട് ഏരിയയിൽ കൂടുതലാണ്. അപ്പോൾ വിൻ റേറ്റ് കുറഞ്ഞാലും ചെറിയ ചെറിയ വിൻസ് കിട്ടി ആ ഒരു ലോസ് ആയ എമൗണ്ട് നമ്മൾ തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ആ രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, SBI. വൺ മോർ തിങ്, ഞാൻ ഒരു സ്റ്റോക്കും കൂടെ KIRLP, കിർലോസ്കർ ന്യൂമാറ്റിക് കോം. ഇത് ഞാൻ അടുത്ത ട്രേഡാണ്. ഞാൻ ഏകദേശം ഇവിടെയാണ് എടുത്തത്. 19 നവംബർ 19 ട്രേഡ് എടുത്തു. നല്ലൊരു മൂവ് കിട്ടി. ഇവിടെ വളരെയധികം ഒരു ബേരിഷ് ക്യാൻഡിൽ വന്നു, പക്ഷേ ആ ക്യാൻഡിലിൻ്റെ അടിയിലേക്ക് പ്രൈസ് ആക്ഷൻ വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഹോൾഡ് ചെയ്തു. ഇനി ഇവിടെ ഒരു വളരെ ബേരിഷായ ഹൈ വോളിയം ക്യാൻഡിൽ വരുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയായിരിക്കും ഇനി ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ഇത് ഹോൾഡ് ചെയ്യാതെ ഇരിക്കും. സോ അതാണ് കിർലോസ്കർ ന്യൂമാറ്റിക്. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഇപ്പം നോക്കിയ സ്റ്റോക്ക് ചാർട്ട്സ് എല്ലാം നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് കുറച്ച് വീക്കിലിയിലേക്ക് നോക്കാം. മാംഗ്ലൂർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ്. ലൈക്ക് ഞാനിവിടെ കാണിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മൂവിങ് ആവറേജിന് മുകളിലായിരിക്കും. ഒരു സ്ട്രോങ് സ്റ്റോക്സിലാണ് ഇങ്ങനത്തെ സെറ്റപ്സ് നോക്കേണ്ടത്. കാരണം എന്താണ്, ഇങ്ങനെ വന്നു ഇവിടെ ടൈറ്റായി ഒരു സ്ക്യൂസ് വന്നിട്ട് താഴേന്ന് മുകളിലേക്ക് വന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ താഴേന്ന് മുകളിലേക്ക് വന്ന സ്റ്റോക്ക് ഈ സ്ക്യൂസിന് ശേഷം ഒരു താഴത്തേക്കോ മുകളിലേക്കോ മൂവ്മെന്റ് വരാൻ ഞാൻ പറഞ്ഞു. പക്ഷെ പ്രോബബിലിറ്റി കൂടുതൽ മുകളിലേക്ക് പോകാനില്ല, കാരണം ഓൾറെഡി ഒരു ബൈയിങ് മൊമെന്റും ഉണ്ട്, റൈറ്റ്? അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി വീണ്ടും ബ്രേക്ക് ഔട്ട് വന്ന് മുകളിലേക്ക് പോകാനാണ് പ്രോബബിലിറ്റി കൂടുതലാണ് ഇങ്ങനത്തെ കേസുകളിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും അപ് ട്രെൻഡിങ് സ്റ്റോക്സിൽ മാത്രം ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. ഏത് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ അപ് ട്രെൻഡിങ് സ്റ്റോക്സിൽ മാത്രം ചെയ്യുക. എങ്കിൽ കാരണം എന്താണ്, ആ ഒരു പ്രോബബിലിറ്റി നിങ്ങൾ കൂടുകയാണ്. കാരണം ഓൾറെഡി ഒരു മൊമെന്റിലാണ്. അപ്പോൾ ആ മൊമെന്റം വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലേക്ക് ട്രേഡ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ റിവേഴ്സലാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഇവിടുത്തെ താഴത്തേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ അത് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഈ മൂവിങ് ആവറേജിനൊക്കെ സപ്പോർട്ട് അതിന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ വന്നാൽ അവിടെ 20 പീരീഡ് മൂവിങ് ആവറേജ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ 50 പീരീഡ് മൂവിങ് ആവറേജ് ഉണ്ട്. സോ നിങ്ങളുടെ പ്രോബബിലിറ്റി കുറയും. മുകളിലേക്ക് നിങ്ങളുടെ ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആവാനുള്ള. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെയധികം സ്മൂത്ത് മൂവ് ടു ദ അപ്സൈഡ് ആണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, സ്മൂത്ത് മൂവ് ടു ദ അപ്സൈഡ്, റൈറ്റ്? ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. സ്മൂത്ത് മൂവ് ടു ദ അപ്സൈഡ് വിത്തിൻ എ വീക്ക് എത്ര 14% മൂവ്, റൈറ്റ്? നെക്സ്റ്റ് വൺ, BF ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ഓക്കെ, BF ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഒരു ഇൻസൈഡ് ബാർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. മാർക്കറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓവർബോട്ട് സോണിലേക്ക് ആയതുകൊണ്ടായിരിക്കാം ബ്രേക്ക് ഔട്ട് വരാത്തത്. പക്ഷേ ഇത് ഈ ഒരു വീക്കും കൂടി ഒരു ബ്രേക്ക് ഔട്ട് വരാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ട്രിപ്പിൾ ഇൻസൈഡ് ബാർ ആണ് വരാൻ പോകുന്നത്. അതിനുശേഷം ഒരു എക്സ്പ്ലോസീവ് മൂവ് മുകളിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വൺ ഈസ് സിയാറാം സിൽക്ക് മിൽസ്. ഇവിടെ പെർഫെക്റ്റ്, ലൈക്ക് എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവ് ടു ദ അപ്സൈഡ്. നല്ല ഹെവി മൊമെന്റത്തിന് മുകളിലേക്ക് പോയി 2 വീക്ക് സ്റ്റോപ്പ് ചെയ്തു. 3-ാമത്തെ വീക്ക് ലൈക്ക് എക്സ്ട്രീം മൊമെന്റം ടു ദ അപ്സൈഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ എത്ര 19%. ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റോക്കിനെ ക്യാച്ച് ചെയ്തില്ല. പക്ഷെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെയും ഇവിടുത്തെ ഒരു എൻട്രി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻസൈഡ് ബാറിന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു ആൻറ്റിസിപ്പേഷൻ ട്രേഡാണ് ചെയ്തത്. കാരണം മാർക്കറ്റ്സ് ഒക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. അപ്പോൾ മാർക്കറ്റ്സ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഗെയിൻ തരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൻറ്റിസിപ്പേഷൻ ട്രേഡ്സ് എടുക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കൈൻഡ് ഓഫ് ട്രേഡിംഗ് ആണ്. പക്ഷേ ആൻറ്റിസിപ്പേഷൻ ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആവാനുള്ള പ്രോബബിലിറ്റി ഹൈ ആയിരിക്കും. കാരണം മാർക്കറ്റ്സിൽ ഓൾറെഡി ബുള്ളിഷ് മൊമെന്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. നെക്സ്റ്റ് വൺ ഈസ് തിരുമലൈ കെമിക്കൽസ്. നോക്കൂ, അപ് ട്രെൻഡിങ് സ്റ്റോക്സ് സൈഡ് വേസ് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി
20 EMAയ്ക്കും 10 EMAയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. 2 ഇൻസൈഡ് ബാർസ് ഇവിടെ വന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദി ഏർണിങ്സ് ആണ് ഒരു മൊമെൻറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ആ ഏർണിങ്സ് വീക്കും അതിൻ്റെ വ്യത്യസ്ത വീക്കും കൂടെ നോക്കുകയാണെങ്കിൽ 20% ഓൾറെഡി തന്നു. അപ്പോൾ ഏർണിങ്സ് നല്ലതായിരിക്കണം, അതിൻ്റെ റിയാക്ഷൻ ആയിരിക്കണം. ഡസൻ മാറ്റർ. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം പ്രൈസാണ് ഏറ്റവും വലുത്. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഏർണിങ്സും സെയിൽസും കാര്യങ്ങളും നോക്കാറില്ല. പക്ഷേ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും പ്രോബിലിറ്റി നിങ്ങളുടെ കൂടി അത്രേ ഉള്ളൂ. ഓക്കെ, വീണ്ടും എൻട്രി ഹിയർ. അവിടെ നിന്ന് എത്ര ശതമാനം പോയി മുകളിലേക്ക്? അഗെയിൻ 13 to 15% മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇൻസൈഡ് ബാർ, അല്ലെങ്കിൽ ഡബിൾ ഇൻസൈഡ് ബാറിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇൻസൈഡ് ബാർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇൻസൈഡ് ബാർ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇൻസൈഡ് ബാറും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെബാഗ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഡബിൾ ഇൻസൈഡ് ബാർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫെയിൽ ആയിട്ടുണ്ട്. റൈറ്റ്. ഇപ്പോൾ ഇത് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, പക്ഷെ പ്രോഫിറ്റബിൾ ആകുമ്പോൾ നല്ല പ്രോഫിറ്റബിൾ കിട്ടും. ഇപ്പോൾ ഈ ലാസ്റ്റായിട്ട് ഞാൻ ഒരു ഫെയിൽഡ് കേസും കൂടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വരരുത്, ഇത് എങ്ങനെ എടുത്താലും പ്രോഫിറ്റ് ആയിരിക്കുന്നു. അങ്ങനെയല്ല. നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ സൈസ് ചെയ്ത് ട്രേഡ് എടുക്കുക. ട്രേഡ് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ട്രേഡിലിരുന്ന 10 എടുത്തു കഴിഞ്ഞാൽ 4-5 പ്രോഫിറ്റബിൾ ആക്കാൻ ശ്രമിക്കുക. പ്രോഫിറ്റബിൾ ആകുമ്പോൾ വളരെയധികം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുക. ലോസ് ആകുമ്പോൾ ചെറിയ ലോസ് കളയുക. അങ്ങനെ നിങ്ങൾ ഒരു വർഷത്തോളം ഒരു പ്രത്യേക സ്ട്രാറ്റജി ഓർ സ്റ്റൈൽ മാത്രം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പിറ്റേ ദിവസം വേറെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് പോയി അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് 2 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ ദിവസം ഫെയിൽ ആയി കഴിയുമ്പോൾ വീണ്ടും പുതിയ സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം മാർക്കറ്റിൽ ഒരു സിംഗിൾ സ്ട്രാറ്റജി എപ്പോഴും വർക്ക് ചെയ്യില്ല. കാരണം ഒരു സിംഗിൾ സ്ട്രാറ്റജി കുറേ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് കാലം വർക്ക് ചെയ്യാതെ ആകും. കാരണം ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് ട്രൈ ചെയ്യും. ഇതിപ്പോൾ ന്യൂബീസിനെ പ്രത്യേകം കണ്ടോ, ഒരു സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഒരു വലിയൊരു മില്യണയർ ട്രേഡർ ഉണ്ട്, അയാൾ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് കാശുണ്ടാക്കുമ്പോൾ അയാളത് യൂട്യൂബിലോ അല്ലെങ്കിൽ അയാൾ ഒരു പെയ്ഡ് കോഴ്സ് എടുത്ത് അയാൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇപ്പം എല്ലാവരും ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ സ്ട്രാറ്റജി ഒബ്വിയസ്ലി വർക്ക് ചെയ്താവും. അങ്ങനെ സ്ട്രാറ്റജി വർക്ക് ചെയ്താകുമ്പോൾ എല്ലാവരും ആ സ്ട്രാറ്റജി എന്താക്കും, വിട്ട് കളഞ്ഞ് പുതിയ സ്ട്രാറ്റജിയിലേക്ക് പോകും. പക്ഷേ ഈ ഒരു ട്രേഡർ എന്താണ്, ആ സ്ട്രാറ്റജി തന്നെ ഉറച്ചു വെക്കും. ആഫ്റ്റർ സം ഡേയ്സ് ഓർ മന്ത്സ് സ്ട്രാറ്റജി വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്. അത് അങ്ങനെ തന്നെയാണ്, ഒരു സൈക്കിളായിട്ട് തന്നെ ഈ മാർക്കറ്റിൽ പോവുകയുള്ളൂ. ആ സ്ട്രാറ്റജി വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും, അയാൾ അപ്പം കാശുണ്ടാക്കും. പക്ഷേ ന്യൂബീസ് പുതിയ സ്ട്രാറ്റജിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും, അവർക്ക് ഇതും കിട്ടിയില്ല, ഇപ്പം അവിടെയും കിട്ടില്ല. ആ രീതിയിലാണ് മിക്കവാറും പുതിയ അമേച്ചർ ട്രേഡേഴ്സ് എല്ലാം മാർക്കറ്റിനെ സമീപിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകരുത്. നിങ്ങൾ ഒരു സ്ട്രാറ്റജി പഠിക്കുക, എന്നിട്ട് ആ സ്ട്രാറ്റജി കൂടുതൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ട്രാറ്റജിയാണ്, റൈറ്റ്. അതുപോലെ തന്നെ മേ ബി 1-2-3 സ്ട്രാറ്റജി നിങ്ങൾ ഇതുപോലെ പഠിച്ചു വയ്ക്കുക മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഏതൊക്കെ ഫേസിലാണ് ഈ സ്ട്രാറ്റജീസ് വർക്ക് ആവുന്നത് നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 2-3 സ്ട്രാറ്റജീസ് നിങ്ങൾ ഒരു വർഷത്തോളം ട്രേഡ് ചെയ്യുക. ട്രേഡ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയ ഏത് സ്ട്രാറ്റജിയാണെന്ന് നോക്കുക. എന്നിട്ട് ആ സ്ട്രാറ്റജി കൂടുതൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ആൻഡ് ഫോർവേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി ഫൈനലൈസ് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡറാണ്. അല്ലാതെ ഈ ഒരു ഇൻസൈഡ് ബാർ ടെക്നിക്, ഈ ഇൻസൈഡ് ബാർ ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് ആരും പ്രോഫിറ്റബിൾ ആവില്ല. പക്ഷേ ദിസ് ഈസ് എ ഗുഡ് ടൂൾ ടു ബി ദെയർ ഇൻ യുവർ സിസ്റ്റം. പിന്നെ എപ്പോഴും പറയാറുണ്ട്, പൊസിഷൻ സൈസിങ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്നീ 2 സാധനങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റില്ല. ഇനിയിപ്പോൾ എത്ര 90% വിൻ റേറ്റിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി കിട്ടിയാൽ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് മോശമാണെങ്കിൽ ആ 10% നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പൗട്ടാവും. അപ്പോൾ ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ്, പക്ഷേ എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതെല്ലാം നിങ്ങൾ മനസ്സിലോർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി വീഡിയോൻ്റെ കമൻസിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ഓർ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിങ്ങിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ അവർക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇനിയും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് സെറ്റപ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക് ദ ചാനൽ ആസ് വെൽ. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റ്മെൻറ്റ്.